നമസ്കാരം. നാളെ നവംബർ മാസം 18-ാം തീയതിയാണ് ചൊവ്വാഴ്ച. നാളത്തെ ദിവസം ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് ഭാഗ്യവർദ്ധനവ് നേടേണ്ടതാണ്. നാളത്തെ ദിവസം 27 നക്ഷത്രക്കാരായ ആളുകളും അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായി എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അല്പം കൂടി കാലതാമസം നേരിടുന്നതാണ്. കാരണം എന്തെന്നാൽ ഇവിടെ ചൊവ്വയും ആദിത്യനും അഷ്ടമത്തിലാണ്. അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ അധിക സമയമൊക്കെ ചിലവഴിക്കേണ്ടതായി വരും. ജോലി സംബന്ധമായി അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കുടുംബത്തിൽ ദാമ്പത്യപരമായൊക്കെ നോക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം. പിതാവുമായി കാർക്കശ്യത്തോടെയുള്ള സംസാരങ്ങളൊന്നും നാളത്തെ ദിവസം അശ്വതി നക്ഷത്രക്കാർ നടത്തുവാൻ പാടില്ല. സാമ്പത്തികമായി ചില സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസം കൂടിയായിരിക്കും നാളത്തേത്. ഇനി ഭരണി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നാളത്തെ ദിവസം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. പഴയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർപ്പാക്കാൻ നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നതാണ്. ശാന്തമായ ഒരു ദിവസമായിരിക്കും നാളെ. അതേപോലെ സയൻറ്റിസ്റ്റായിട്ടുള്ള ആളുകൾ, ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ശുഭകരമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ അനാവശ്യമായ യാത്രകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അതായത് യാത്രകൾ കൊണ്ട് ഗുണം കുറവായി വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. തൊഴിൽപരമായും അല്പം വെല്ലുവിളികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് നാളത്തെ ദിവസം അത്യാവശ്യമാണ്. കുടുംബ പിന്തുണ ലഭിക്കുന്നതാണ്. നാളത്തെ ദിവസം കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ എന്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും അതിന് നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണയുണ്ടാകും. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും നാളത്തെ ദിവസം ശുഭകരമാണ്. രോഹിണി നക്ഷത്രക്കാരായ ആളുകൾക്ക് ഏകാന്തതയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നാളത്തെ ദിവസവും അല്പം ഏകാന്ത ദിവസമായിരിക്കും. അതായത് ആഗ്രഹിക്കുന്ന ആളുകളുമായി സംവദിക്കാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുമായി സംസാരിക്കാനോ ഒന്നും നാളത്തെ ദിവസം ചിലപ്പോൾ അനുവദിച്ചു എന്നു വരില്ല ഭാഗ്യം. അപ്പോൾ ഇവിടെ വ്യാഴം ഗുണകരമായതിനാൽ തന്നെ സാമ്പത്തികമായിട്ടൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. പാർട്ട്ണർഷിപ്പായിട്ട് ബിസിനസ് ചെയ്യാനായി നാളത്തെ ദിവസം തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ അത്ര അനുകൂലമായ ദിവസമല്ല നാളെ. മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാവുകയാണ്. അപ്പോൾ പോകുന്ന കാര്യം വിജയിക്കുമെന്ന് സാരം. അടുത്തത് മകയിരം നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ സ്ഥിതി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. എങ്കിലും മൂലം നക്ഷത്രക്കാർക്ക് അതേപോലെ തന്നെ ഈ മകയിരം നക്ഷത്രക്കാരായ ആളുകൾക്കൊക്കെ നാളത്തെ ദിവസം അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദിനമാണ്. എങ്കിൽ പോലും സാമ്പത്തികമായി മാറ്റം ഉണ്ടാകുമെങ്കിലും ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ സൂക്ഷ്മത പുലർത്തേണ്ടത് മകയിരം മൂലം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നാളെ. അതേപോലെ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഫലം അല്പം കുറവായിട്ട് കാണുന്ന ഒരു ദിവസമായിരിക്കും. വരുമാനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ മകയിരം മൂലം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിലും പൊതുവെയുള്ള കാര്യങ്ങളിലും നാളത്തെ ദിവസം സൂക്ഷ്മത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു സ്വന്തം നക്ഷത്രത്തിലേക്ക് സജീവമായി എത്തുന്നതിനാൽ തന്നെ നേട്ടങ്ങളൊക്കെ തുടങ്ങുന്നൊരു സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അതേപോലെ നറുക്കെടുപ്പുകൾ, ലോണ് അല്ലെങ്കിൽ ചിട്ടി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭാഗ്യം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചില പുതിയ വിഷയങ്ങളിലൊക്കെ താല്പര്യം തോന്നുകയും അതായത് വിദ്യാർത്ഥികളായ ആളുകൾക്ക് അതിനായി അപേക്ഷയ്ക്ക് അയച്ചിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള പഠനത്തിന് ഭാഗ്യാനുമതി വന്നു ചേരുന്ന സമയമാണ്. പുണർദം നക്ഷത്രക്കാരായ ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ അല്പം ചുമതല വർധനവൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് ചുമതലകൾ നിങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കേണ്ടതാണ്. അല്പം സമ്മർദ്ദങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ജാഗ്രത പുലർത്തുക. ഏത് കാര്യങ്ങളെ തീരുമാനം എടുക്കുമ്പോഴും വളരെ സൂക്ഷ്മത പുലർത്തുക. അടുത്തത് പൂയം നക്ഷത്രക്കാരായ ആളുകൾക്ക് പരിശ്രമങ്ങൾ ധാരാളമായി വേണ്ടുന്ന സമയമാണ്. അതിൽ ഫലം കാണുകയും ചെയ്യും. കടങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കാനൊക്കെ നാളത്തെ ദിവസം കൊണ്ട് തന്നെ സാധിക്കുന്നതാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കുവാനുള്ള ചില തോന്നലുകൾ മനസ്സിലുണ്ടാകും. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ജോലി ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത്. അതായത് പെട്ടെന്ന് മനസ്സിലേക്കൊരു ചിന്ത വന്നാൽ പോലും ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജോലി വെച്ചുള്ള കളിക്ക് പോകാതിരിക്കുക. നാളത്തെ ദിവസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കും കുടുംബത്തിൽ നിന്ന് പിന്തുണ വന്നു ചേരുന്ന ഒരു സമയമാണ്. വിശ്വാസം വർദ്ധിക്കും നിങ്ങളോട് മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിക്കാനായി അല്ലെങ്കിൽ ആരിൽ നിന്ന് അല്പം ധനസഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും അവർക്ക് നിങ്ങൾക്ക് ധനം തരുവാൻ തോന്നുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. പൊതുവെ നാളത്തെ ദിവസം അനുകൂലമാണ്.
ആയില്യം നക്ഷത്രക്കാരായ ആളുകൾക്ക് വാഹനം, വീട്, അതുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ നാളെ തീരുമാനമാകുന്നതാണ്. തൊഴിൽപരമായി നോക്കുമ്പോഴും അല്പം അനിശ്ചിതത്വം നിലനിന്നിരുന്നു, അതിൽ നിന്നൊരു മാറ്റമുണ്ടാകും. കുടുംബം, അതായത് മക്കളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നീങ്ങി എന്ന അറിയിപ്പ് ലഭിക്കുവാൻ നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്കും എന്തെങ്കിലും തടസ്സങ്ങൾ അതിനിടയ്ക്കുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നാളത്തെ ദിവസത്തോടു കൂടി തീർപ്പാക്കപ്പെടുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഇനി മകം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളത്തെ ദിവസം വളരെയധികം ചിന്തിച്ച് വേണം ഏതു കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ. വർദ്ധിച്ച ഒരു ധനത്തിൻ്റെ വരവ് നാളത്തെ ദിവസം ഉണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ നിന്ന് ലാഭം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും. ചില യാത്രകളൊക്കെ വേണ്ടിവരും. ആ യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. ജീവിതത്തിൻ്റെ ഒരു അന്തരീക്ഷം മെച്ചപ്പെടുന്ന ദിവസമായിരിക്കും നാളെ. നിക്ഷേപങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിന് ജാഗ്രത പുലർത്തേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ. പൂരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഏതു കാര്യത്തിനും വേഗത വർദ്ധിക്കുന്നതാണ്. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ശ്രമിക്കാൻ ഭാഗ്യമുണ്ടാകുന്നതാണ്. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾക്കത്ര സന്തോഷം നൽകുന്ന ഒരു വാർത്തയാകണമെന്നില്ല. ചില അസ്വാരസ്യങ്ങളൊക്കെ അത് നിമിത്തം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സയൻറ്റിസ്റ്റൊക്കെയായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ദിവസമാണ്, പുരോഗതി ഉണ്ടാകുന്ന സമയമാണ്. ചില രേഖകളുമായി അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഡോക്യുമെൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ വരാനുള്ള സാധ്യതയുള്ളതിനാൽ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നാളത്തെ ദിവസം കൃത്യമായി കൈകാര്യം ചെയ്യുക. ഉത്രം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വിജയം കൂടെ ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളൊക്കെ കുറയാനുള്ള അവസരവും സാധ്യതയും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ആ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നാളത്തെ ദിവസം സഫലീകൃതമാകുന്നതാണ്. പരമ്പരാഗതമായി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള ചില സ്വത്തുവകകളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന്, അതായത് സഹോദര സ്ഥാനീയരുമായിട്ടുള്ള എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഇനി അത്തം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി നോക്കുമ്പോൾ ഒരു പുത്തൻ ഉണർവ്, പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് നാളെ. വസ്തു ക്രയവിക്രയത്തിനുള്ള സാധ്യതയൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. കലാപരമായിട്ടുള്ള വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. പ്രധാന യാത്രകൾ എന്തെങ്കിലും നടത്തുന്നെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ വിഷമിക്കേണ്ട കാര്യമില്ല, സൂക്ഷിച്ചാൽ മതിയാകും. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുവാനായി ഭാഗ്യം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടാകും. ചിത്തിര നക്ഷത്രക്കാരായ ആളുകൾക്കും ഏത് കാര്യങ്ങളും നാളത്തെ ദിവസം വളരെയധികം കൃത്യതയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിവസം ലാഭമുണ്ടാകുന്നതാണ്. അതേപോലെ പ്രൈവറ്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ജോലി അനിശ്ചിതാവസ്ഥയിൽ, അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊരവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം അത് നിങ്ങൾക്ക് പെർമനൻ്റ് ആകുന്നതായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ശ്രവിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ്. നാളത്തെ ദിവസം ബന്ധുക്കളുമായി എന്തെങ്കിലും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ശാരീരികവും മാനസികവുമായി ഊർജ്ജമുണ്ടാകുന്നതാണ്. ചില ആഡംബര കാര്യങ്ങളൊക്കെ ക്രയവിക്രയം നടത്തുവാൻ വന്നു ചേരുവാനൊക്കെയുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. തൊഴിൽ, താൽക്കാലിക വരുമാനത്തിനുള്ള ഒരു ഉപാധി നാളത്തെ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുന്നതാണ്. അനീതി കണ്ടാൽ ശബ്ദം ഉയർത്തുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വിനയായി മാറാറുമുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഏത് കാര്യത്തിനും ജാഗ്രത വേണം. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ആരോഗ്യകാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. വിശാഖം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ലോണൊക്കെ അംഗീകരിക്കപ്പെടുന്ന ദിവസമാണ്. ഏതെങ്കിലും ലോണിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നാളെ പാസ്സായി കിട്ടുന്നതാണ്. മേലധികാരിയിൽ നിന്ന് അപ്രീതികരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജോലി ചെയ്യുമ്പോൾ കൃത്യത പാലിക്കുക. അല്പം സമാധാനക്കുറവൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും പെട്ടെന്ന് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. ഇനി അനിഴം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ജന്മരാശിയിൽ ഗ്രഹപീഠം ഉള്ളതിനാൽ തന്നെ അല്പം അലച്ചിലുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയിലാണെങ്കിലും ജോലിഭാരം ഉണ്ടാകുന്നതാണ്. വിവാഹിതരാകാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ യോഗം നാളത്തെ ദിവസം തന്നെ ചിലപ്പോൾ ഉത്തമമായ ഒരു വിവാഹ ആലോചനയൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ചെലവുകളൊക്കെ കുറയുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, മീഡിയയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നാളത്തെ ദിവസം സമൂഹപരമായിട്ട് അല്ലെങ്കിൽ വളരെയധികം സജീവമായി നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യത്തിൽ വന്നാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉള്ളതിനാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. തൊഴിൽ ബന്ധപ്പെട്ട് ഒരു നിയമനത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിനുള്ള നിയമന സാധ്യത നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ കോഴ്സിനായിട്ടൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെയെങ്കിൽ അതിനും അനുമതി ഉണ്ടാകുന്നതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുന്ന ദിവസം കൂടിയാണ്. ധനപരമായ ഇടപാടുകൾ എന്തെങ്കിലും നടത്തുന്നെങ്കിൽ നാളത്തെ ദിവസം വളരെയധികം സൂക്ഷ്മത അത്യാവശ്യമാണ്.
മൂലം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ചില അപ്രതീക്ഷിത യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ്. മേലധികാരിയുമായിട്ട് ജോലിസ്ഥലത്ത് അല്പാഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യത ഇപ്പോൾ തന്നെ പറയുന്നതിനാൽ നാളത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ബിസിനസ് നടത്തുന്നവർക്ക് അല്പം ലാഭവും കമ്മീഷനും ഒക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചില യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയം കൂടിയായിരിക്കും നാളെ. പൂരാടം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നാളെ അതുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്കും വിസ സൗകര്യങ്ങളൊക്കെ ശരിയായി വരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഗുണനിലവാരമുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതായത് നിങ്ങൾ ഇതുവരെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊന്നും നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ചിട്ടില്ല. ഇനി നിലവാരമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി അല്ലെങ്കിൽ ഒരു സഹായകമാകുന്നതാണ്. ഉത്രാടം നക്ഷത്രക്കാരായ ആളുകൾക്കും ജാഗ്രത പാലിക്കേണ്ടതായ ഒരു സമയവും ദിവസവുമാണ്. ആരോഗ്യപരമായി അല്പം ക്ഷീണങ്ങളൊക്കെ തോന്നിയേക്കാവുന്നതാണ്. ഭാഗ്യത്തിൻ്റെ ഒരു ആധിക്യം ധാരാളമായി നാളത്തെ ദിവസം ഉണ്ടാകും. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടും ലാഭം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം പിന്തുണ പല ഭാഗങ്ങളിൽ നിന്നും വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. തിരുവോണ നക്ഷത്രക്കാരായ ആളുകൾക്ക് തടസ്സങ്ങൾ ഒരുപാട് നിങ്ങളുടെ മാർഗത്തിലുണ്ട്. അതൊക്കെ മാറുന്ന ഒരു ദിവസമാണ് നാളെ. തൊഴിൽപരമായി പുതിയ ചില പദവികളൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട്. പിരിഞ്ഞു കഴിയുന്ന ദമ്പതികൾക്ക് നിങ്ങൾ അകന്നു കഴിഞ്ഞിരുന്ന അവസ്ഥയൊക്കെ മാറി ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, അതിന് ഒരു നാന്ദി കുറിക്കുന്ന ദിവസമാണ്. അല്പം ഭൂമി വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും അഡ്വാൻസൊക്കെ തുക കൊടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. അവിട്ടം നക്ഷത്രക്കാർക്കും തൊഴിൽപരമായി ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ. നാളത്തെ ദിവസം ലോട്ടറി എടുത്താൽ അതിൽ നിന്നൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അല്പ ഉത്സാഹക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്ന ആളുകൾക്കും ദൃഢത ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. രാഹുവിൻ്റെ സഞ്ചാരമുള്ളതിനാൽ തന്നെ മോഷണങ്ങളൊന്നും വന്നു ചേരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാന രേഖകളും ധനപരമായ കാര്യങ്ങളുമൊക്കെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാനായിട്ട്. ചതയം നക്ഷത്രക്കാർക്കും ആത്മബലം ധാരാളമായി വർദ്ധിക്കുന്ന സമയമാണ്. കുടിശ്ശികയായിട്ടുള്ള സാലറിയൊക്കെ ലഭിക്കുവാൻ സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. വസ്തു വാങ്ങലും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കാര്യങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ടാകുന്നുണ്ട്. ചില ശത്രുക്കൾ ജോലി സ്ഥലത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട് ചില സംഘടനാപരമായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാര്യങ്ങളൊക്കെ ശരിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ശത്രുക്കളെ ഭയക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ അല്പം നമ്മളൊന്ന് ഭയന്നു എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണെന്ന് വെച്ചാൽ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങൾക്കും പ്രത്യേകിച്ച് നാളത്തെ ദിവസം പോകാൻ പാടുള്ളതല്ല. പൂരുരുട്ട നക്ഷത്രക്കാർക്ക് നാളെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. മേലധികാരിയിൽ നിന്ന് അല്പം പരുക്കനായിട്ടുള്ള സംസാരങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ക്ഷമിച്ച് മുന്നോട്ട് പോവുക. വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നെങ്കിൽ നാളത്തെ ദിവസം കഴിവതും അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുക. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുന്ന ഒരു ദിവസമാണ്. യാത്രകൾ നടത്തുമ്പോൾ പൂരുരുട്ട നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം ശ്രദ്ധ പാലിക്കേണ്ടതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ ആളുകൾക്ക് പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണ്. ധനപരമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. കുട്ടികളുടെ പഠനത്തിന് ഉത്രട്ടാതി നക്ഷത്രക്കാരായ മാതാപിതാക്കളാണെങ്കിൽ അല്പം ആശങ്കയൊക്കെ തോന്നിയേക്കാവുന്ന ദിവസമാണ്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുവാനൊക്കെ ഭാഗ്യമുണ്ടാകുന്ന ഒരു ദിവസമാണ്. നിക്ഷേപങ്ങൾ എന്തെങ്കിലും നടത്തുന്നെങ്കിൽ സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കാൻ നാളത്തെ ദിവസം സൂക്ഷ്മത പുലർത്തുക. രേവതി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ബുധൻ്റെ മൗഢ്യമൊക്കെ ഉണ്ട്. എന്നാലും അല്പം ഒരു ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമുള്ളതിനാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നു ചേരുകയില്ല. ഇവിടെ തൊഴിൽ നീണ്ടുനിന്ന പുരോഗതിയാണ് നാളത്തെ ദിവസം മുതൽ വന്നു ചേരുന്നത്. ഒരുപാട് നാളുകളെ തൊഴിൽപരമായി ഡൗണായി നിന്ന് നിങ്ങൾക്ക് ഇനി കുറച്ച് നാളത്തേക്ക് പുരോഗതിയുടെ സമയമാണ്. ധനപരമായ വിനിയോഗങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ട അത്യാവശ്യമാണ്. അതായത് അധിക ചിലവുകൾക്കൊന്നും മുതിരാതെ ഇരിക്കുക. കുടുംബം വളരെയധികം മനക്കരുത്തോടു കൂടി നിങ്ങൾക്ക് കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ നാളെ നവംബർ മാസം 18-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസം. അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. 27 നക്ഷത്രക്കാരുടെ നാളത്തെ ദിവസഫലം എങ്ങനെയാണ്? ദേവീക്ഷേത്ര ദർശനം നടത്തി അമ്മ പരാശക്തിക്ക് വേണ്ടുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.